നമസ്കാരം. PK ലേണിംഗ്സിന്റെ മലയാളം വൊക്കാബുലറി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സീരീസിലൂടെ കൃതികളും കഥാപാത്രങ്ങളും ഭാഗം 2 നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ഭാഗം വളരെ വ്യക്തതയോടുകൂടി ഏവർക്കും മനസ്സിലായെന്നും ഉപകാരപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. ഇന്ന് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ കൃതി അയൽക്കാർ. അയൽക്കാർ എന്ന കൃതിയുടെ കർത്താവാണ് P. കേശവദേവ്. കഥാപാത്രം മംഗലശ്ശേരി പത്മനാഭ പിള്ള. ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കും? കേശവദേവിൽ ഒരു ദേവുണ്ടല്ലേ, ഒരു ദേവൻ അല്ലെങ്കിൽ ദൈവം എന്നുള്ള രീതിയിൽ നമുക്കതിനെ കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ ഒരു അയൽക്കാരനായിട്ടുള്ളത് ഒരു ദേവനാണ്. ഏത് ദേവനാണ്? പത്മനാഭനാണ്. അപ്പോൾ കഥാപാത്രവും കിട്ടി, കർത്താവും നമുക്ക് കിട്ടി. ദേവനാരാണ്? പത്മനാഭൻ. P. കേശവദേവിന്റെ കൃതിയായിട്ടുള്ള അയൽക്കാരിലെ കഥാപാത്രം ഏതാണ്? മംഗലശ്ശേരി പത്മനാഭ പിള്ള. അടുത്ത കൃതിയാണ് ഭ്രാന്താലയം. ഭ്രാന്താലയം എന്ന കൃതി എഴുതിയത് P. കേശവദേവ് ആണ്. ഇനി കഥാപാത്രങ്ങൾ റഹീം, ഫാത്തിമ, ജമീല, അബ്ദു. ഇതെങ്ങനെ നമ്മൾ ഓർത്തു വെക്കും? ഭ്രാന്താലയം എന്ന കൃതിയുമായിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്ത് വെക്കാം. ഭ്രാന്താലയം അല്ലെങ്കിൽ ഭ്രാന്ത്. അപ്പോൾ ഇതിന്റെ കഥാപാത്രങ്ങളെ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യും? ഭ്രാന്ത് വരുമ്പോൾ നമ്മൾ ശബ്ദമൊക്കെ ഉണ്ടാക്കും അല്ലെ, ആളുകൾ ശബ്ദമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അബ്ദു, ശബ്ദം, അബ്ദു ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഇനി ഫാത്തിമ. ഫാത്തിമ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കും? പാത്തിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഭ്രാന്തനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പാത്തിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഫാത്തിമയായിട്ട് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി അടുത്ത 2 കഥാപാത്രങ്ങളാണ് റഹീമും ജമീലയും. ഒന്നുകൂടെ പറയാം, ഭ്രാന്താലയം എന്ന കൃതി രചിച്ചത് P. കേശവദേവാണ്. കഥാപാത്രങ്ങൾ റഹീം, ഫാത്തിമ, ജമീല, അബ്ദു. ഇനി അടുത്ത കൃതിയാണ് മതിലുകൾ. ഇത് ഏവർക്കും അറിയാവുന്നൊരു കൃതിയാണല്ലേ. ആരുടെ കൃതിയാണ്? ബഷീറിന്റെ കൃതിയാണ് മതിലുകൾ. ഇതിലെ കഥാപാത്രങ്ങളാണ് ബഷീർ, നാരായണി. മമ്മൂട്ടിയുടെ ഒക്കെ വളരെ പ്രശസ്തമായിട്ടൊരു സിനിമയാണ് ഏത്? മതിലുകൾ. അതില് മമ്മൂട്ടിയും KPSC ലളിത നമുക്കറിയാം അല്ലേ, ശബ്ദം കൊടുത്തിരിക്കുന്ന KPSC ലളിതയാണ്. അപ്പോൾ ബഷീറും നാരായണി ഏത് കൃതിയാണ്? മതിലുകളാണ്. ഇനി കർത്താവ് ആര് തന്നെയാണ്? ബഷീർ തന്നെ ആണ്. അടുത്തൊരു കൃതിയാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. ഈ കൃതി എഴുതിയതും ബഷീർ തന്നെയാണ്. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. ഇനി കഥാപാത്രങ്ങൾ മണ്ടൻ മൂത്താപ്പ, സൈനബ. മണ്ടൻ മൂത്താപ്പ, സൈനബ. ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കും? നമുക്കറിയാം, ഈ മുച്ചീട്ടൊക്കെ കളിക്കുന്ന ആളുകള് മണ്ടന്മാരാ അല്ലെ. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന ഒരു കളിയാണ് ഇത് മുച്ചീട്ട്. അപ്പോൾ ഇത് കളിക്കുന്ന ആരാണ്? മണ്ടന്മാരാണ്. അങ്ങനെ നിങ്ങൾക്ക് മണ്ടൻ മൂത്താപ്പ എന്ന പേര് കണക്ട് ചെയ്ത് വെക്കാം. ഏത് പേര്? മണ്ടൻ മൂത്താപ്പ എന്ന പേര് കണക്ട് ചെയ്ത് വെക്കാം. ഇനി ഈ മുച്ചീട്ടൊക്കെ കളിച്ചിട്ട് പോലീസുകാരൊക്കെ പിടിച്ചോണ്ട് പോയി എന്താ ചെയ്യുന്നേ? നമ്മൾ സ്റ്റേഷനിലൊക്കെ പോയി ഒപ്പിടേണ്ടി വരും അല്ലെ, സൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ സൈനബ എന്ന പേരും കൂടെ നിങ്ങൾക്ക് ഓർത്തു വെക്കാം. സൈനബ. അപ്പോൾ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എഴുതിയത് ബഷീർ. കഥാപാത്രങ്ങൾ മണ്ടൻ മൂത്താപ്പ, സൈനബ. മണ്ടൻ മൂത്താപ്പ, സൈനബ. അടുത്ത കൃതിയാണ് ആനവാരിയും പൊൻകുരിശും. ഈ കൃതി എഴുതിയിരിക്കുന്നത് ബഷീറാണ്. ഇതിലെ കഥാപാത്രങ്ങൾ ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ. ഇനി ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കും ഈ കഥാപാത്രങ്ങളെ? നമുക്കറിയാം, കൃതി ഏതാണ്? ആനവാരിയും പൊൻകുരിശും. എഴുതിയിരിക്കുന്നത് ബഷീർ. ഇനി ഈ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിൽ തന്നെ കഥാപാത്രങ്ങളുടെ പേരുണ്ട്. ഏതാണ്? ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ. ആനവാരിയും പൊൻകുരിശും എന്ന കൃതി എഴുതിയത് ബഷീറാണ്. ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ. അടുത്തൊരു ബഷീറിന്റെ കൃതിയാണ് ബാല്യകാല സഖി. ബാല്യകാല സഖി. കൃതി എഴുതിയത് ബഷീർ. കഥാപാത്രം സുഹ്റ, മജീദ്. സുഹ്റ, മജീദ്. ഈ കഥാപാത്രങ്ങളെ നമ്മൾ എങ്ങനെ ഓർത്തു വെക്കും? നമുക്കറിയാം, ബാല്യകാലത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ജീവിക്കുന്നത്. നമുക്കറിയാം, ബാല്യകാലത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ജീവിക്കുന്നത്. അപ്പം സുഹ്റയെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത പേരേതാണ്? മജീദ്. മജീദ് സുഖമായിട്ടിരിക്കുന്നു. എപ്പോഴാണ്? കുട്ടിക്കാലത്തിൽ അല്ലെങ്കിൽ ബാല്യകാലത്തിൽ എന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ബഷീറിന്റെ അടുത്ത കൃതിയാണ് ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. ഇതിലെ കഥാപാത്രങ്ങൾ ആനമക്കാർ, വട്ടനടിമ, കുഞ്ഞുപാത്തുമ്മ, ആയിഷ, നിസാർ അഹമ്മദ്. ഇതെങ്ങനെ നമ്മൾ ഓർത്തു വെക്കും? ആനയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയായതുകൊണ്ട് തന്നെ ആനമക്കാർ ഇതിലെ ഒരു കഥാപാത്രമാണ്. ഇനി ഈ ആന എങ്ങനെയാണ്?
നമ്മുടെ കീഴിൽ അടിമയെ പോലെയാണ് പണിയെടുക്കുന്നത്. അപ്പൊ വട്ടനടിമ അതും ഇതിലൊരു കഥാപാത്രം ആണ്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആന ഒരു നിസാരക്കാരനാണോ? അല്ല. അപ്പോ നിസാർ അഹമ്മദും ഇതിലെ ഒരു കഥാപാത്രം ആണ്. ഇനി രണ്ടുപേരും കൂടി ഉണ്ട്, കുഞ്ഞു പാത്തുമ്മയും ആയിഷയും. കുഞ്ഞു പാത്തുമ്മയും ആയിഷയും. അപ്പോ ബഷീറിന്റെ എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ആനമക്കാർ, വട്ടനടിമ, കുഞ്ഞു പാത്തുമ്മ, ആയിഷ, നിസാർ അഹമ്മദ്. അടുത്ത കൃതിയാണ് പ്രേമലേഖനം. പ്രേമലേഖനം എന്ന കൃതി എഴുതിയത് ബഷീറാണ്. പ്രേമലേഖനം എന്ന കൃതി എഴുതിയത് ബഷീറാണ്. ഇതിലെ കഥാപാത്രങ്ങൾ സാറാമ, കേശവൻ നായർ. സാറാമ, കേശവൻ നായർ. ഇതെങ്ങനെ ഓർത്തു വെക്കും? സാറ് കേശവൻ നായരെ പ്രേമലേഖനം എഴുതിയപ്പോൾ വഴക്കു പറഞ്ഞു എന്ന് ഓർത്താ മതി. സാറ് സാറാമ. സാറ് കേശവൻ നായരെ എന്ത് ചെയ്തു? പ്രേമലേഖനം എഴുതിയപ്പോൾ വഴക്കു പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ലേ? അപ്പോ പ്രേമലേഖനം എന്ന കൃതി എഴുതിയത് ബഷീറാണ്. ഇതിലെ കഥാപാത്രങ്ങൾ സാറാമ, കേശവൻ നായർ. അടുത്ത കൃതിയാണ് പാത്തുമ്മയുടെ ആട്. ഈ കൃതി എഴുതിയത് ബഷീറാണ്. ഈ കൃതി എഴുതിയത് ബഷീറാണ്. ഇനി കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അബ്ദുൾ ഖാദർ, ഹനീഫ, ആനുമ്മ, പാത്തുമ്മ, അബൂബക്കർ. എങ്ങനെ ഇത് ഓർത്തു വെക്കും? അബ്ദുൾ ഖാദർ എന്ന കഥാപാത്രത്തെ നമുക്ക് ഖദറായിട്ട് കണക്ട് ചെയ്യാം. ഖദറില്ലേ, നമ്മൾ ധരിക്കുന്ന ഖദറായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അപ്പം ഇനി ഹനീഫ നമുക്ക് കുനാഫ ഇല്ലേ, കഴിക്കുന്ന കുനാഫ, അതായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഈ ഖദറൊക്കെ ഇട്ട് കുനാഫ വാങ്ങാൻ വേണ്ടിയിട്ട് ആര്? ആനുമ്മയും പാത്തുമ്മയും. പാത്തുമ്മയുടെ ആടാണല്ലോ, അപ്പം പാത്തുമ്മ എന്തായാലും കഥാപാത്രമായിരിക്കും. ആനുമ്മയും പാത്തുമ്മയും എവിടെ പോയി? ബേക്കറിയിൽ പോയി. അപ്പൊ ഈ ബേക്കറിയെ നമുക്ക് അബൂബക്കറായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ പാത്തുമ്മയുടെ ആട് ആരാണ് എഴുതിയത്? ബഷീറാണ് എഴുതിയത്. ഇതിലെ കഥാപാത്രങ്ങൾ അബ്ദുൾ ഖാദർ, ഹനീഫ, ആനുമ്മ, പാത്തുമ്മ, അബൂബക്കർ. അടുത്ത കൃതിയാണ് അനുരാഗത്തിന്റെ ദിനങ്ങൾ. എഴുതിയത് ബഷീർ. കഥാപാത്രങ്ങൾ ബഷീർ, സരസ്വതി. ഈ കഥാപാത്രങ്ങളെ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും? നല്ല ദിവസങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ബഷീർ സരസ്വതി ദേവിയോട് പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുക. നല്ല ദിവസങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, അനുരാഗത്തിന്റെ ദിനങ്ങൾ, അങ്ങനെ നല്ല ദിനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ബഷീർ സരസ്വതി ദേവിയോട് പ്രാർത്ഥിച്ചു എന്ന് ഓർത്തു വെക്കുക. സ്ഥലത്തെ പ്രധാന ദിവ്യനാണ് അടുത്ത കൃതി. ഈ കൃതി എഴുതിയിരിക്കുന്നതും ബഷീറാണ്. ഇതിലെ പ്രധാന കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. ഇതെങ്ങനെ ഓർത്തു വെക്കും? ദിവ്യനായത് കൊണ്ടാണ് 8 കാലുള്ളത് എന്നോർത്തു വെക്കുക. അപ്പോ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയുടെ കർത്താവാരാണ്? ബഷീർ തന്നെയാണ്. ഇതിലെ കഥാപാത്രമാണ് 8കാലി മമ്മൂഞ്ഞ്. അടുത്ത കൃതിയാണ് മിണ്ടാപ്പെണ്ണ്. മിണ്ടാപ്പെണ്ണ് എന്ന കൃതി എഴുതിയിരിക്കുന്നത് ഉറൂബാണ്. ഇതിലെ കഥാപാത്രങ്ങൾ ചന്ദ്രൻ, കമല, കുഞ്ഞുലക്ഷ്മി, കുഞ്ഞിക്കേളു മേനോൻ. ഒന്നുകൂടി പറയാം, മിണ്ടാപ്പെണ്ണ് എന്ന കൃതി എഴുതിയിരിക്കുന്നത് ഉറൂബാണ്. കഥാപാത്രങ്ങൾ ചന്ദ്രൻ, കമല, കുഞ്ഞുലക്ഷ്മി, കുഞ്ഞിക്കേളു മേനോൻ. ഇതെങ്ങനെ ഓർത്തിരിക്കും? മിണ്ടാപ്പെണ്ണ് എന്നാണ് കൃതിയുടെ പേര് അല്ലെ? കുഞ്ഞുലക്ഷ്മി എന്നുള്ളതാണ് മിണ്ടാപ്പെണ്ണ്. കുഞ്ഞുലക്ഷ്മി എന്നുള്ളതാണ് മിണ്ടാപ്പെണ്ണ്. ഇനി ഈ കുഞ്ഞുലക്ഷ്മിക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ കുഞ്ഞിക്കേളു മേനോൻ എന്ന പേരുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, കുഞ്ഞിക്കേളു മേനോൻ. ഇനി ഈ കുഞ്ഞുലക്ഷ്മി മിണ്ടാപ്പെണ്ണാണ്, കേൾക്കാൻ പറ്റും. അവർക്ക് കാണാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ചന്ദ്രൻ, കമല. കമല എന്ന് പറയുമ്പോൾ താമരയായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കുക അല്ലെ? അപ്പൊ ചന്ദ്രനും കമലയും ഇത് രണ്ടും അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നുകൂടി പറയാം, മിണ്ടാപ്പെണ്ണ് എന്ന കൃതി രചിച്ചിരിക്കുന്നത് ഉറൂബാണ്. ചന്ദ്രൻ, കമല, കുഞ്ഞുലക്ഷ്മി, കുഞ്ഞിക്കേളു മേനോൻ എന്നിവരാണ് കഥാപാത്രങ്ങൾ. അടുത്ത കൃതിയാണ് ഉമ്മാച്ചു. ഉമ്മാച്ചു എന്ന കൃതി രചിച്ചിരിക്കുന്നത് ഉറൂബാണ്. ഇതിലെ കഥാപാത്രങ്ങൾ ഉമ്മാച്ചു, മായൻ, ചാപ്പുണ്ണി, ബീരാൻ, ഹസൻ, ചിന്നമ്മു. ഒന്നുകൂടി പറയാം, ഉമ്മാച്ചു എന്ന കൃതി രചിച്ചിരിക്കുന്നത് ഉറൂബാണ്. കഥാപാത്രങ്ങൾ ഉമ്മാച്ചു, മായൻ, ചാപ്പുണ്ണി, ബീരാൻ, ഹസൻ, ചിന്നമ്മു. ഈ കഥാപാത്രങ്ങൾ എങ്ങനെ ഓർത്തിരിക്കും? ഈ ഉറൂബിന്റെ കൃതിയായ ഉമ്മാച്ചുവിലെ കഥാപാത്രങ്ങളാണ് ഇവര്. അപ്പം ഉറൂബിനെ നമുക്ക് ഉറുമ്പായിട്ട് കണക്ട് ചെയ്യാം. കൃതി ഏതാണ്? ഉമ്മാച്ചു ആണ്. അപ്പൊ ഉമ്മാച്ചു അതിനകത്തെ ഒരു കഥാപാത്രം തന്നെ ആണ്. ഇനി അടുത്തത് ചാപ്പുണ്ണി. നമുക്കറിയാം ഈ ഉറുമ്പ് ചപ്പ് ചവറുകൾക്കൊക്കെ ഇടയിൽ കാണപ്പെടാറുണ്ടല്ലേ? അപ്പൊ ഈ ചപ്പ് അതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. ഇനി അടുത്തത് ചിന്നമ്മു ആണ്. ചിന്നമ്മുവിനെ നമുക്ക് ചെറുതുമായിട്ട് കണക്ട് ചെയ്യാം. ചെറുത്, ചിന്നത് എന്ന് പറഞ്ഞ ചെറുത് അല്ലെ? അപ്പൊ അത് ഉറുമ്പ് ഒരു ചെറിയ ഉറുമ്പാണെന്ന് നിങ്ങൾ കരുതുക. അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ചാപ്പുണ്ണി കിട്ടി, ചിന്നമ്മു കിട്ടി. ഇനി അടുത്തത് ബീരാൻ. ബീരാനെ നമുക്ക് വീരനായിട്ട് കണക്ട് ചെയ്യാം. ചെറിയ ഉറുമ്പൊക്കെ ആണെങ്കിലും ഉറുമ്പ് കുറച്ച് വീരനാണ്. ഇനി
അടുത്തതാണ് മായൻ. ഈ ഉറുമ്പില്ല, നമ്മളെ കടിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് ഉറുമ്പിനെ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, എവിടെ പോയെന്നറിയത്തില്ല. അപ്പൊ മായാജാലക്കാരനാണ്. അപ്പൊ മായൻ. അപ്പൊ ഉമ്മാച്ചു, ചാപ്പുണ്ണി, ചിന്നമ്മു, ബീരാൻ, മായൻ. ഇനി അടുത്ത പേരാണ് ഹസൻ. അടുത്ത കഥാപാത്രമാണ് ഹസൻ. അപ്പൊ ഉമ്മാച്ചു എന്ന കൃതി എഴുതിയത് ഉറൂബാണ്. കഥാപാത്രങ്ങൾ ഉമ്മാച്ചു, ബീരാൻ, ചാപ്പുണ്ണി, മായൻ, ഹസൻ, ചിന്നമ്മു. അടുത്ത കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. ഈ കൃതി രചിച്ചിരിക്കുന്നത് ഉറൂബാണ്. കഥാപാത്രങ്ങൾ കുഞ്ചിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി, ഇരുമ്പൻ ഗോവിന്ദൻ നായർ, ശാന്ത, വേലുമ്മാവൻ, കാർത്തികേയൻ, വിശ്വം. ഒന്നുകൂടെ പറയാം, സുന്ദരികളും സുന്ദരന്മാരും. ഈ കൃതി രചിച്ചിരിക്കുന്നത് ഉറൂബാണ്. കഥാപാത്രങ്ങൾ കുഞ്ചിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി, ഇരുമ്പൻ ഗോവിന്ദൻ നായർ, ശാന്ത, വേലുമ്മാവൻ, കാർത്തികേയൻ, വിശ്വം. ഇതെങ്ങനെ ഓർത്തിരിക്കും? നമുക്ക് ഈ സുന്ദരികളും സുന്ദരന്മാരും എങ്ങനെയാണെന്നുള്ളൊരു സങ്കല്പവുമായി ബന്ധപ്പെടുത്തി ഇതിനെ പഠിക്കാം. അപ്പൊ ഈ കുഞ്ഞു കുട്ടികളൊക്കെ സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് കുഞ്ചിക്കുട്ടി എന്നൊരു കഥാപാത്രം കിട്ടി. അടുത്തത് ലക്ഷ്മിക്കുട്ടി. അതും ഉറപ്പായിട്ടും സുന്ദരിയാണ്, കുഞ്ഞുകുട്ടിയാണ്, സുന്ദരിയാണ്. ഇനി അടുത്തത് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. പുരുഷന്മാരുടെ ഒക്കെ ഒരു സൗന്ദര്യ സങ്കല്പം എങ്ങനെയാണ്? കുറച്ച് ഇരുമ്പ് പോലത്തെ ബോഡിയൊക്കെ വേണം അല്ലെ. അപ്പൊ നമുക്ക് ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്നൊരു കഥാപാത്രത്തെയും കിട്ടി. അടുത്തതാണ് ശാന്ത സ്വഭാവമുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ്? സുന്ദരിമാരാണല്ലേ, സുന്ദരിമാരാണ്. ഇനി അടുത്തത് കാർത്തികേയൻ. നമ്മുടെ സിനിമാ നടൻ കാർത്തിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക, സുന്ദരനാണ് കാർത്തികേയൻ. ഇനി വിശ്വത്തെ നമുക്ക് വിക്രമായിട്ട് കണക്ട് ചെയ്യാലോ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തു. അടുത്തത് വേലുമ്മാവൻ എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ണം കുറഞ്ഞ ആളുമായിട്ട് കണക്ട് ചെയ്യാം. അത് നമ്മുടെ ഒരു സൗന്ദര്യ സങ്കല്പമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് കഥാപാത്രങ്ങളെയൊക്കെ കിട്ടി. കുഞ്ചിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി, ഇരുമ്പൻ ഗോവിന്ദൻ നായർ, ശാന്ത, വേലുമ്മാവൻ, കാർത്തികേയൻ, വിശ്വം. അടുത്ത കൃതിയാണ് ഒരു തെരുവിന്റെ കഥ. ഈ കൃതി രചിച്ചിരിക്കുന്നത് SK പൊറ്റേക്കാട്ടാണ്. കഥാപാത്രങ്ങൾ ഓമഞ്ചി, കേളുമാഷ്, കൂനൻ കണാരൻ, സുധാകരൻ, പെരിക്കാലൻ അന്ത്രു, ഇറച്ചിക്കണ്ടം മൊയ്തീൻ, ആനപ്പാപ്പാൻ, അപ്പുനായർ. ഇതെങ്ങനെ നമ്മൾ ഓർത്തു വെക്കും? നമ്മൾ ഒരു തെരുവിനെ പറ്റി സങ്കല്പിക്കുക. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളുമായിട്ട് നമുക്ക് ഈ കഥാപാത്രങ്ങളെ റിലേറ്റ് ചെയ്ത് വെക്കാം. ഓമഞ്ചി ഓറഞ്ചുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഓമഞ്ചി ഓറഞ്ചുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. ഇനി കേളുമാഷിനെ നമുക്ക് കള്ളുമായിട്ട് കണക്ട് ചെയ്യാം. കേളുമാഷ് കള്ളുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി ഒരു കൂനുള്ള ഒരാള് തെരുവിൽ കൂടെ നടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പൊ കൂനൻ കണാരന് നമുക്ക് കിട്ടി. സുധാകരനുണ്ട്. ഇനി പെരിക്കാലൻ അന്ത്രു, വലിയ കാലൊക്കെ ഉള്ളൊരു ആള്. ഇനി ഇറച്ചിക്കണ്ടം മൊയ്തീൻ, ഈ ഇറച്ചി വെട്ടുന്ന കടയൊക്കെ നിങ്ങൾ സങ്കല്പിക്കുക. ഇറച്ചിക്കണ്ടം മൊയ്തീനെ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഇനി ആനപ്പാപ്പാനുണ്ട്. ഇനി അപ്പുനായർ. അപ്പോൾ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? ഓമഞ്ചി, കേളുമാഷ്, കൂനൻ കണാരൻ, സുധാകരൻ, പെരിക്കാലൻ അന്ത്രു, ഇറച്ചിക്കണ്ടം മൊയ്തീൻ, ആനപ്പാപ്പാൻ, അപ്പുനായർ. SK പൊറ്റേക്കാട്ടിന്റെ തന്നെ അടുത്തൊരു കൃതിയാണ് വിഷകന്യക. SK പൊറ്റേക്കാട്ടിന്റെ അടുത്തൊരു കൃതിയാണ് വിഷകന്യക. ഇതിലെ കഥാപാത്രങ്ങൾ അന്തോണി, മാധവി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഈ വിഷം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ മരിച്ചുപോയി അല്ലേ, അന്ത്യം സംഭവിക്കും. അപ്പം അന്തോണി അതുമായിട്ട് കണക്ട് ചെയ്യുക. ഇനി വിഷകന്യക എന്നുള്ളതാണ് ഈ കൃതിയുടെ പേര്. അപ്പൊ ഇതിനകത്തെ കന്യക ആരാണ്? മാധവിയാണ്. അപ്പൊ വിഷകന്യക SK പൊറ്റേക്കാട്ടിന്റെയാണ് കൃതി. അന്തോണി, മാധവി എന്നിവരാണ് കഥാപാത്രങ്ങൾ. അടുത്ത കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത് SK പൊറ്റേക്കാട്ടാണ്. കഥാപാത്രങ്ങൾ ശ്രീധരൻ, കുഞ്ഞാപ്പു, കീരൻ പൂശാരി. അപ്പോ ഒരു തെരുവിന്റെ കഥയും എഴുതിയിരിക്കുന്ന ആരാണ്? SK പൊറ്റേക്കാട്ടാണ്. അതുപോലെ ഒരു ദേശത്തിന്റെ കഥയും എഴുതിയിരിക്കുന്നത് SK പൊറ്റേക്കാട്ടാണ്. അപ്പം ഇതെങ്ങനെ കണക്ട് ചെയ്ത് വെക്കും? ഇതിലെ കഥാപാത്രങ്ങളെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? ശ്രീധരനെ നമുക്ക് സ്ത്രീയുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഒരു ദേശത്ത് സ്ത്രീകൾ ഉണ്ടാവും അല്ലേ. ഇനി കുഞ്ഞുങ്ങളും ഉണ്ടാവും. അപ്പം കുഞ്ഞാപ്പു ശ്രീധരൻ. അടുത്തത് കീരൻ പൂശാരി. അപ്പോൾ ഒരു ദേശത്തിന്റെ കഥ എഴുതിയത് SK പൊറ്റേക്കാട്ട്. കഥാപാത്രങ്ങൾ ശ്രീധരൻ, കുഞ്ഞാപ്പു, കീരൻ പൂശാരി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും അതിൽ പറഞ്ഞ കോഡുകളും ഒക്കെ ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.